കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ് മാധ്യമ വിചാരണ നേരിട്ട ഒരു പ്രതി കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, കോടതി തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പ്രോസിക്യൂഷന് കിട്ടിയ അപ്രതീക്ഷിതമായൊരു ലോട്ടറി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പക്ഷേ എന്തായാലും അത് പതിവുള്ളതല്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ അനുകമ്പ ഉണ്ടാക്കാൻ തന്നെ ശിക്ഷകൾ വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നതിനോട് ശിക്ഷ തന്നെ സ്വയം വിധിക്കാണല്ലോ പ്രതി ചെയ്തത്. അത് മാധ്യമങ്ങളോടുള്ള പ്രതിയുടെ എതിർപ്പായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. കോടതി ചോദിച്ചു, മാധ്യമങ്ങൾ ഇത്രയും കാലം പ്രതിക്കെതിരെ നെഗറ്റീവായിട്ടൊരു റിപ്പോർട്ടിംഗ് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് മാധ്യമങ്ങളോട് അങ്ങേയറ്റം വെറുപ്പാണ്. ആ വെറുപ്പിൻ്റെ ഒരു പ്രതിഫലനം മാത്രമേ കാണിച്ചുള്ളൂ. അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ജയിലിൽ മാധ്യമ വാർത്തകൾ കാണാനുള്ള എല്ലാ സംവിധാനവും സഹോദരിയുണ്ട്. എല്ലാ വാർത്തകളും അപ്ഡേറ്റ് ആയിട്ട് കാണാനുള്ള എല്ലാ സംവിധാനവും ജയിലുകളിലുണ്ട്. അത് കോടതിയോടുള്ള ഒരു വെറുപ്പായിട്ടല്ല, അദ്ദേഹം ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞതിന്റെ ഒരു മാനസിക നിലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ മറുപടി പറഞ്ഞത്. പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താനുള്ളതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള തെളിവും ഹാജരാക്കിയിട്ടില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഹാജരാക്കിയതൊന്നും അത് നിലനിന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള രീതി പുറത്തു പ്രതിഭാഗത്തുനിന്ന് പ്രത്യേക തെളിവുകൾ ഹാജരാക്കേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളുടെ വിശ്വാസ്യത മാത്രമേ പ്രതിഭാഗത്തിന് ചോദ്യം ചെയ്യേണ്ടതുള്ളൂ. കോടതി ഈ ഘട്ടം അതിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഞാൻ യാതൊരു പരാമർശവും നടത്തുന്നില്ല. കോടതി ആഴത്തിലുള്ള ഒരു തെളിവ് പരിശോധന നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയതിൽ പ്രതിഭാഗത്തേക്ക് മറ്റൊന്നും യാതൊന്നും ആവശ്യപ്പെടാനില്ല. ഇനി ശിക്ഷയെക്കുറിച്ചുള്ള വാദം വരുന്ന സമയത്ത് പ്രതിഭാഗം എന്താണെന്ന് വെച്ചാൽ കൊലപാതക കുറ്റത്തിൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ഇത് രണ്ടിലേതെങ്കിലും ഒന്നുള്ളൂ. അത് പരമാവധി ശിക്ഷ കൊടുക്കാവുന്ന കുറ്റം ചെയ്തതായിട്ട് തെളിഞ്ഞതായിട്ട് കണ്ടു എന്ന് കോടതി പറഞ്ഞു. അത്രയേ ഉള്ളൂ. ആ ശിക്ഷയെക്കുറിച്ച് പരമാവധി ശിക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇനിയുള്ള വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ശിക്ഷയെ സംബന്ധിച്ച വാദം കേട്ടതിന് ശേഷം കോടതി ചിലപ്പോൾ അതേ ദിവസം പറയാം, അല്ലെങ്കിൽ ഒരിക്കലുമല്ല. കാരണം മാധ്യമങ്ങളാണ് കോടതിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. ഒരിക്കലും കോടതിയെ അപേക്ഷിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ് മാധ്യമ വിചാരണ എത്രത്തോളം കോടതി വിധികളെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാതെ ഏറ്റവും കൂടുതലായിട്ട് അതേ വീട്ടിൽ ചെന്ന് പ്രതി വെട്ടിക്കൊല്ലുകയാണ്. ഏതാ? ഒരിക്കലല്ല. അതൊരിക്കലും കോടതി ലക്ഷ്യമല്ല. മാധ്യമങ്ങളെ ആ റിപ്പോർട്ട് ജഡ്ജിമാരെ സ്വാധീനിക്കും. കാരണം അവരും സാധാരണ മനുഷ്യരാണ്. അതായത് ഒരിക്കലും ഒരു കോടതി ഈ മാധ്യമ വാർത്തകൾ കേട്ടിട്ടല്ല തീർപ്പ് പറയാ. തീർച്ചയായും തെളിവുകളുടെയും അതുപോലെ തന്നെ സാക്ഷി വിസ്താരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതും ഈ കേസും 82 സാക്ഷികളെ വിസ്തരിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാക്ഷികളുടെ എണ്ണത്തിലല്ല പ്രധാനം, അവർ നൽകിയിരിക്കുന്ന തെളിവുകളാണ് പ്രധാനം. ഈ കോടതിയുടെ വ്യൂ ഇതാണ്. ഇത് അന്തിമ വിധിയല്ല. ഇനി അപ്പീൽ കോടതിയിൽ അപ്പീൽ പോകും. ആ അപ്പീൽ കോടതി തീരുമാനിക്കട്ടെ.